മച്ചാൻ ഒരു ഫയൽ എങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് ട്രെയിനിങ് കാര്യങ്ങൾ വന്നു. ഈ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഇന്ന് ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫ്ലാഗിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ MG മോട്ടോഴ്സ് എന്ന് പറയുന്ന പുതിയ ഷോറൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എടുക്കുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം മച്ചാന്മാരെ, നമ്മുടെ ഗെയിമിലേക്ക് പുതിയ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് പുതിയ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ട്രെയിനിങ് കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് MG മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷോറൂമും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വാട്സപ്പ് ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തവരാണ് ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് ചാനലിലെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. അവിടെ കയറി നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും MG മോട്ടോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ലിങ്കും കാര്യങ്ങളും കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗെയിമിനകത്ത് കയറി നിങ്ങൾ ഇഷ്ടമുള്ള സ്ലോട്ടും കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. സ്ലോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ന്യൂ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ന്യൂ മോട്ടോഴ്സ് എന്നോ ന്യൂ ഷോറൂം എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്ക് പോയതിന് ശേഷം ലിങ്കും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്യാനായിട്ട് അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് എന്തായാലും ക്ലീൻ ആയിട്ടുള്ളൊരു ഈ സിറ്റിയും കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. പുതിയൊരു സിറ്റിയും കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് വേറെ മോഡ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി മോഡ്സ് ആഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി ഫോണും കാര്യങ്ങളും എടുത്ത് ഇൻ്റർനെറ്റ് ഓപ്ഷൻ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിരിക്കേണ്ടതാണ്. ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എററും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ മൊബൈൽ ഡേറ്റ ഓൺ ആക്കാം, അല്ലെങ്കിൽ വൈഫൈ ഓൺ ആക്കാം. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണ് നെറ്റ് നല്ല സ്പീഡുള്ളത് അത് നിങ്ങൾക്ക് ഓൺ ആക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പേസ് ബട്ടനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ പേസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ കുറച്ച് നേരം പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുകയായിരിക്കും. പ്ലീസ് വെയിറ്റ് എന്ന് ഒരു 5 സെക്കൻഡിന് ശേഷം നമുക്കത് ഫയലും കാര്യങ്ങളൊക്കെ ലോഡഡ് ആവുന്നതായിരിക്കും. അഥവാ ലോഡഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് തിരിച്ചോട്ട് കയറിയിട്ട് നോക്കേണ്ടതാണ്. എന്തായാലും ഫയലും കാര്യങ്ങളൊക്കെ ലോഡഡ് ആവുന്നതായിരിക്കും. ഫയൽ ലോഡഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നെറ്റിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗെയിമൊക്കെ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സിറ്റി കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തായിട്ട് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിനിയാണെങ്കിൽ നമ്മുടെ MG മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ ഷോറൂമും കാര്യങ്ങളൊക്കെ എവിടെ വന്നേക്കുന്നത് നമുക്കിനി നോക്കാവുന്നതാണ്. ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു കാറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാറും കാര്യങ്ങളും എടുത്ത് ഞാൻ അതിന് RGB ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ നേരെ MG മോട്ടോഴ്സിൻ്റെ അടുത്തോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ MG മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തേക്കാം. ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും എടുക്കുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറേ അപ്ഡേറ്റ്സും ലീക്സും കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് ചാനലിലേക്ക് ആദ്യം ഇടുന്നത്. അപ്പം വെച്ചാൽ വരെ നമ്മളാണെങ്കിൽ MG മോട്ടോഴ്സിൻ്റെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം വെച്ചാൽ വരെ നമ്മുടെ MG മോട്ടോഴ്സിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ ഞാൻ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്പോൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഇത് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞൊന്ന് വന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. കിട്ടുന്നില്ലെങ്കിൽ എന്താണ് ഇഷ്യൂ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ചിട്ട് അതിനുള്ള ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാവുന്നതായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ല നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും ശ്രമിച്ച് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ല നോക്കി പറയേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതുവരെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പുതിയ MG മോട്ടോഴ്സിൻ്റെ ഷോറൂമും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആഡ് ചെയ്തെങ്കിൽ ആഡ് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നിങ്ങളത് എടുക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അവരോടും എടുക്കാൻ പറയേണ്ടതാണ്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് പറയേണ്ടതാണ്. അതുപോലെ തന്നെ എത്ര പേർക്ക് ഒരു MG മോട്ടോർ ഷോറൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പം ഇനി അടുത്ത ഏത് ഐറ്റംസും കാര്യങ്ങൾ വരേണ്ടത് നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൽ നിന്നും ഏതെങ്കിലും ഒരു ഇതൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ആ ഒരു സാധനമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ MG മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റംസോ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ അതോടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സിറ്റിയിൽ നമ്മുടെ പുതിയ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് പുതിയ ട്രെയിനിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്.
അപ്പം മച്ചന്മാരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് പുതിയ സിറ്റിയും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സിറ്റിക്കകത്താണെങ്കിൽ നമുക്ക് പുതിയ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു എന്തൊക്കെ വേണമെന്ന്. അപ്പം അങ്ങനെ ഇപ്പോൾ പുതിയ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ട്രെയിനിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ചീപ്പ് കോഡും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നോർമലായിട്ട് നമ്മുടെ സിറ്റിക്കകത്ത് ഇപ്പോൾ നമ്മുടെ കറൻറ്റ്ലി സിറ്റിക്കകത്തുള്ള ട്രെയിനിങ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ മെട്രോ സ്റ്റേഷനകത്ത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് വെറുതെ നിങ്ങൾ ചീപ്പ് കോഡും കാര്യങ്ങളും അടിച്ച് നിങ്ങളത് പാടുവിടേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ സ്റ്റേഷനകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതായിരിക്കും. നമുക്ക് അതിൻ്റെ അകത്ത് കയറി നമുക്ക് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ സിറ്റിയുടെ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം മൊത്തത്തിൽ കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ നമുക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം അത് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രെയിനിങ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നിങ്ങളുടെ മനസ്സിൽ വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം അത് കമൻറ്റ് വേണ്ടി നമുക്കിത് ഓൾറെഡി മൊത്തത്തിൽ കൂടെ സെറ്റാക്കി കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും അതിനുവേണ്ടി കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യരുത്. നമ്മുടെ പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയില്ലാനായിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മിസ് ചെയ്ത് നിങ്ങൾ എന്തായാലും മാക്സിമം അതിനുവേണ്ടി കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതനുസരിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളാണെങ്കിൽ സിറ്റി കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ട്രെയിനിങ് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇനി അടുത്ത് എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ളതെന്ന് വെച്ചാൽ അതുകൂടെ നിങ്ങൾ കമൻറ്റ് വേണ്ടി നമുക്ക് അതുകൂടെ കൊണ്ടുവരാൻ പറ്റുന്നതിന് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യേണ്ടത്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മളിത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം എത്രത്തോളം പേർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേര് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് സാധനം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വരാൻ പോകും. നമ്മൾ പറഞ്ഞാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് കുറേ പേർക്ക് അറിയാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഗെയിമിലേക്ക് കുറേ ഐറ്റംസ് കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ള അഡ്ജസ്റ്റ് ടൂൾ വെച്ചിട്ട് നമ്മൾ T1, W1, TR1 അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓരോരോ ഐറ്റംസിനും ഓരോരോ നമ്പറൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഫ്ലാഗിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ നമ്മളൊരു കോഡ് എടുത്തതിന് ശേഷം നമ്മളത് അടിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അടിച്ചായിരിക്കും നമ്മൾ എന്തെങ്കിലും ഫ്ലാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഏത് ചീപ്പ് കോഡും കാര്യങ്ങളും വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചീപ്പ് കോഡും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പറോട് സംസാരിച്ചിട്ട് ആ ഒരു ചീപ്പ് കോഡും കാര്യങ്ങളും കൊടുക്കാവുന്നതായിരിക്കും. അതുപോലെ തന്നെ F1, F2, F3 അങ്ങനത്തെയൊക്കെ പറയുന്നത് ഫ്ലാഗ് 1 അല്ലെങ്കിൽ ഫ്ലാഗ് 1 എന്നൊക്കെ പറയുന്ന നമ്മുടെ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കാനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വല്ലതും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വല്ല ചീപ്പ് കോഡും കാര്യങ്ങളും ഓർമ്മയുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലത്തെ രീതിയിലൊക്കെ ആയിരിക്കും നമ്മുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ആർജിസ്റ്റ് ഉള്ളത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുമ്പം അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇതേ രീതിയിലായിരിക്കും, ഒരു മാറ്റം കാണത്തില്ലായിരിക്കും. മിക്കവാറും ചിലപ്പോൾ ഫ്ലാഗ് ഓൺ ഫ്ലാഗ് ഓഫ് അങ്ങനെ വല്ലതും കൊണ്ടുവരായിരിക്കും, ചെക്ക് പോയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന പോലെ. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഇത് ഫ്ലാഗും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് നമുക്ക് മിക്കവാറും എന്തായാലും പുതിയ സിറ്റിയും പുതിയ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് മാക്സിമം കമൻറ്റ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് അനുസരിച്ച് നമുക്ക് ആ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ എത്രത്തോളം പേർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേർക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എന്തൊക്കെ കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ ഓരോരോ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ ഏകദേശം ഫിക്സായി വരുന്നുണ്ട്. നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും കുറച്ചുകൂടെ പരിപാടിയും കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഒരു ഗെയിമിൻ്റെ അകത്തോട്ട് നമ്മുടെ ഒരു പ്ലെയറിനെ കൂടെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ബഗ്ഗായിട്ട് വല്ലതും ബാക്ക് പോകാനോ വല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ നേരെ ഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തായാലും ചെയ്തിട്ട് ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ മൾട്ടിപ്ലെയർ മോഡുകളിലേക്ക് എത്ര പേർക്ക് വേണമെന്ന് വെച്ചാൽ അത് എത്രയും പേര് കമൻറ്റ് ചെയ്യാനും കയറി ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ കമൻറ്റ് അനുസരിച്ച് നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ ഇതും അവിടെ
കൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മാക്സിമം കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളും വല്ല ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുകൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളത് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത് ഈ ഒരു അവസരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ കാര്യം, മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്, കുറേ പേർക്ക് ഒന്നും കാണുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് നമുക്കത് ഫിക്സ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഡെവലപ്പറിനോട് സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയൊരു ചാനലും കാര്യങ്ങളാണ്. അപ്പോൾ പഴയ ചാനൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുതിയ ചാനലിലോട്ട് മാറിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പഴയ ചാനലിൽ തന്ന സപ്പോർട്ട് അത്രയും നിങ്ങൾ പുതിയ ചാനലും കൂടെ തരേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും.